ഈ ഒരു അനുഭവത്തെ നല്ലതായിട്ട് കാണണോ മോശമായിട്ട് കാണണോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ ഒരു വർക്ക് ഏറ്റെടുത്തത്. എനിക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടാണ് ആദ്യത്തെ ദിവസം വർക്ക് ഫിനിഷ് ആക്കിയത്. ഒരു 4-4.5 മണിക്കൂർ ഒറ്റ നൃത്തം നിന്ന് ഒരു വാശിപ്പുറത്ത് അത് ഫിനിഷ് ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ അത് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു 2-3 ദിവസം ബ്രേക്കായി പോയി, എന്തെല്ലോ തിരക്കായിട്ട്. അതിനുശേഷമാണ് ഈ റിസ്ക് ഉള്ള സ്ഥലത്ത് 2ാം നിലയിൽ കയറി എന്നിട്ട് വർക്ക് ചെയ്തത്. അന്നും ഒരു 4-4.5 മണിക്കൂർ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുടായതുകൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. പിറ്റേ ദിവസം ഞാൻ PSC ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഇത് തീർത്താലും ഒരു സമാധാനം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ആ വർക്ക് അങ്ങ് ഫിനിഷ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് 1-2 വീഡിയോസൊക്കെ എടുത്തു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് പെയിൻറ്റും ബ്രഷെല്ലാം വാങ്ങിയിട്ട് എനിക്കൊരു 350 റുപ്യയും അതുപോലെ വണ്ടി കണ്ണടിച്ചൊരു 500 റുപ്യ എല്ലാം ചിലവായിട്ടുണ്ട്. ഏണി കൊണ്ടുവെക്കാനടക്കം ഞാനിവിടെ പോയത് 4 ദിവസമാണ്. 4 ദിവസം എനിക്ക് കൂലിയായിട്ട് കിട്ടിയത് 2500 റുപ്യാണ്. അതിൽ 500 റുപ്യ ഞാൻ തന്നെ ചിലവാക്കിയതാണ്. അച്ഛൻ B.Ed എല്ലാം പഠിപ്പിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. മാഷാകുന്ന തന്നെയാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് പൈസേനെക്കാളും വലുത് ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്.